നമ്മൾ സ്ഥാനത്തും അസ്ഥാനത്തും തെറി പറയുന്നൊരു ജനവിഭാഗമാണ് പോലീസ്. നമുക്ക് എന്തൊക്കെ കുറ്റവും കുറവും അവർക്കുണ്ടെങ്കിലും നമുക്ക് വേണ്ടി രാപ്പകൽ പണിയെടുക്കുന്നൊരു ജനവിഭാഗമാണ് നമ്മുടെ പോലീസുകാർ. ജോലിഭാരവും സമ്മർദ്ദവും ഇക്കാലത്ത് വളരെ വളരെ കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടത്തും വലത്തും പോലീസുകാരുമായി നടക്കാൻ താല്പര്യമുള്ള നേതാക്കന്മാരുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്തും വളരെ കൂടി വരികയാണ്. പണ്ട് ജനങ്ങളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് തോറ്റെന്ന് വരും. പക്ഷേ ഇന്ന് അതല്ല. കൂടുതൽ പോലീസും പട്ടാളവുമായിട്ട് വരുന്ന ആളുകൾക്ക് മാർക്കറ്റ് കൂടിയോന്നും എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാരെ ക്രമസമാധാനത്തെക്കാളും കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും ഇതിലേക്ക് പോകുന്നു എന്നല്ല ഞാൻ പറഞ്ഞു. നല്ലൊരു സംഘം ആൾക്കാർ ഇതിലേക്ക് മാറുന്നുണ്ട്. പോലീസുകാർക്കിടയിൽ നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഇനി പറയട്ടെ. സംസ്ഥാനത്ത് 4 കൊല്ലത്തിനിടയിൽ ഈ സബ് ഇൻസ്പെക്ടർ ജോലി ഉപേക്ഷിച്ചു പോയത് 40 പേര്. 24 പേർ 5 കൊല്ലത്തേക്ക് അവധി അപേക്ഷിച്ച് സ്ഥലം വിട്ടു. മറ്റു ജോലികളിൽ പ്രവേശിച്ച ആളുകൾ 19 പേരുണ്ട്. മാനസിക സമ്മർദ്ദവും അമിത ജോലിഭാരവും മൂലമാണ് മറ്റു വരുമാന മാർഗങ്ങൾ തേടേണ്ടി വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ലീവ് കിട്ടാൻ മേലുദ്യോഗസ്ഥരുടെ കാലുവരെ പിടിക്കേണ്ട അവസ്ഥയും വന്നതോടെയാണ് SC ബാച്ചിലെ ഉദ്യോഗസ്ഥർ തൊപ്പിയും യൂണിഫോമും ഊരിവെച്ച മറ്റു ജോലികൾ തേടിപ്പോകാൻ തുടങ്ങിയത്. 2020 ടെസ്റ്റ് പാസ്സായി 22 പാസിംഗ് ഔട്ട് നടത്തിയ 30 C ബാച്ചിൽ നിന്ന് 14 പേർ SI ജോലി ഉപേക്ഷിച്ചു. ഇതിനോടകം 163 പേരാണ് ഈ ബാച്ചിൽ ആകെ ഉണ്ടായിരുന്നത്. നിലവിൽ SI ട്രെയിനിങ്ങിലുള്ള 20 പേർ മറ്റു ജോലികൾ കിട്ടിപ്പോയി. 10 പേർ ജോലി വിട്ടുപോകാനായി അപേക്ഷ നൽകിയിട്ടുമുണ്ട്. പരിശീലനം പൂർത്തിയാകാത്തതിനാൽ നഷ്ടപരിഹാരം നൽകിയാണ് ഇവർ പോകുന്നത്. SI ജോലി ഉപേക്ഷിച്ച് പലരും പോകുന്നത് അതിനേക്കാൾ ശമ്പളം കുറവുള്ള മറ്റ് ജോലികൾ തേടിയാണ്. വീണ്ടും അത്തരം ജോലികളിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശീലനം കൂടി ഈ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടി വരും. പക്ഷേ മാനസിക സമ്മർദ്ദം കുറവുള്ള മറ്റു ജോലികൾ തിരഞ്ഞെടുത്താൽ ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല എന്നതാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. 24 മണിക്കൂർ ജോലി ചെയ്താൽ 24 മണിക്കൂർ റെസ്റ്റ് നൽകണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ്. പക്ഷേ ഈ ഉത്തരവ് നിലനിൽക്കെ പോലും നൈറ്റ് റെസ്റ്റ് പോലും പല ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്നില്ലെന്ന പരാതി സേനയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു. പല ഉദ്യോഗസ്ഥർക്കും ജോലിഭാരവും കൂടുതലാണ്. കേസുകൾ കൂടുതലുള്ള സ്റ്റേഷനുകളാണെങ്കിൽ സ്ഥിതി പറയുകയും വേണ്ട. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി SIമാർക്ക് ക്ലാസ് നൽകുന്നതിനിടയിൽ സ്വന്തം മാതാപിതാക്കൾക്കോ മക്കൾക്കോ ഭാര്യയ്ക്കോ അസുഖം വന്നാൽ ലീവ് കിട്ടാതെ വരുമ്പോൾ എങ്ങനെ സ്ട്രെസ് കുറയ്ക്കാനാകുമെന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിനുമേൽ മേലുദ്യോഗസ്ഥർക്ക് ഉത്തരം പോലും ഉണ്ടായിരുന്നില്ല. സേനയ്ക്കുള്ളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ പലവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെങ്കിലും ഇതൊന്നും ഫലം കണ്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ പറഞ്ഞ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ശാരീരികക്ഷമത പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാനസികമായുള്ള അവരുടെ കരുത്വം. അത് ഉണ്ടായാൽ മാത്രമേ സേനയുടെ മുറയിൽ പോലും തകരാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ.